അപ്പോഴത്തെ കാശിയുടെ മുഖം കണ്ടതും സാന്ദ്ര ഒന്ന് ഭയന്നു. സോറി, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല. സാന്ദ്ര, എനിക്കൊരു തലവേദന. തൽക്കാലത്തേക്ക് നീ ഇപ്പം എൻ്റെ റൂമിൽ നിന്ന് പോയി. എന്തോ സാന്ദ്രക്കാകെ അപമാനേറ്റ പോലെ തോന്നി. സാന്ദ്ര പുറത്തേക്കിയതും കാശി വലിയ ശബ്ദത്തോടെ തൻ്റെ വാതിലിൻ്റെ ഡോറുകൾ വലിച്ചടച്ചു. സാന്ദ്ര ഒരു നിമിഷം കണ്ണടച്ച് നിന്നുപോയി. റൂമിലെത്തിയ സാന്ദ്രക്കാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ അവിടെ കണ്ണിൽ കണ്ട എല്ലാ സാധനങ്ങളും നിലത്തേക്ക് എറിഞ്ഞുടച്ചു. ഇല്ല നാഥ്, ഞാനങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എൻ്റേതാ. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ നിന്റെ സ്നേഹം പിടിച്ചു പറ്റിയെന്നോ. ഈ 2 വർഷം കൊണ്ട് നിന്നിൽ വീണ്ടും മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിരിക്കുന്നു. ഇല്ല, അത് ഞാൻ അനുവദിച്ചു തരില്ല. നീ എൻ്റേത് മാത്രമാണ് നാഥ്, എൻ്റേത് മാത്രം. അവളൊരു പ്രാന്തിയെപ്പോലെ പുലമ്പിക്കൊണ്ടേയിരുന്നു. പിറ്റേന്ന് രാവിലെ, ആഹാ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നേ? മക്കളെ, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നേ. മുത്തശ്ശിയുടെ വിളിയേട്ട് എല്ലാവരും പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് നിരഞ്ജനയും ഫാമിലിയുമായിരുന്നു. അവരെ കണ്ടതും എല്ലാവരും ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. എന്തിനാണ് അവർ വന്നതെന്നുള്ള ആകാംക്ഷയിലായിരുന്നു പലരുടെയും മുഖങ്ങൾ. എന്താണ് രാമ പതിവില്ലാതെ? ഒന്ന് വിളിച്ചിട്ട് വരായിരുന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? മുത്തശ്ശി ചോദിച്ചു. അത് പിന്നെ എടുത്തി, ഞങ്ങൾ വന്നൊരു യുവാലോചനയും കൊണ്ടാ. എൻ്റെ കൊച്ചുമകൻ നിരഞ്ജന് നിങ്ങളുടെ ഗൗരിമോളെ തരുമോ? ഇത് കേട്ടുകൊണ്ടാണ് കാശി സ്റ്റെയർ ഇറങ്ങി താഴോട്ട് വന്ന്. അവൻ്റെ പുറകിലായി സാന്ദ്ര ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ ഗൗരിയെ എല്ലായിടത്തും തിരഞ്ഞു. ഒരു മൂലയിലായി ഒന്നും മിണ്ടാ തലയും കുനിച്ച് നിൽക്കുന്ന ഗൗരി അവൻ കണ്ടു. അതിപ്പോൾ രാമ, ഞാൻ എന്താ പറയുക? കുട്ടിയുടെ അച്ഛൻ സ്ഥലത്തില്ല. അവൻ വരട്ടെ. അവൻ വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം. ഞങ്ങളല്ലല്ലോ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, കുട്ടിയുടെ അച്ഛനും അമ്മയോ അല്ലേ. ഏടത്തേക്കും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ ഞങ്ങളായിട്ട് ഈ ബന്ധം വെക്കുന്നതിൽ? അയ്യോ രാമ, നീ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾക്ക് എന്ത് ഇഷ്ടക്കേടാ? രഞ്ജൻ മോനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും മോനെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ജാതക പൊരുത്തം കൂടി നോക്കണ്ടേ? എന്തായാലും വന്നത് നന്നായി. നിങ്ങൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. എൻ്റെ കൊച്ചുമകൻ കാശിയുടെയും സാന്ദ്രമോളുടെയും വിവാഹം അത് ഞങ്ങളങ്ങോട്ട് ഉറപ്പിച്ചു. അതെയോ? അത് നല്ല കാര്യമല്ലേ. പക്ഷെ ഇതെല്ലാം കേട്ട് മുഖമെല്ലാം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി കണ്ണുകളെല്ലാം ചുവന്ന കാശി അവിടുന്ന് മുകളിലേക്ക് കയറിപ്പോയി. ഇനിയും താൻ അവിടെ നിന്നാൽ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് അവന് തന്നെ അറിയാമായിരുന്നു. അമ്മ, എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. ഞാൻ എന്നാൽ പോയി ഒരുങ്ങട്ടെ. ശരി മോളെ, അമ്മ നിനക്കുള്ള ഭക്ഷണം എടുത്ത് വെക്കാം. അതും പറഞ്ഞ് ഗൗരി മുകളിലേക്ക് കയറിപ്പോയി. തൻ്റെ റൂമിലേക്ക് വന്ന ഗൗരി പതിയെ വാതിൽ ചേർത്തടച്ചു. കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. അത് പുറത്തു വരാതെ അവൾ തടഞ്ഞിർത്തി. യാന്ത്രികമായിട്ടാണ് അവൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അലമാര തുറന്ന് തനിക്കിടാനുള്ള ചുരിദാർ എടുത്ത് അവൾ ബെഡിലേക്ക് വെച്ച് പതിയെ തൻ്റെ ധാവണിയെ ഊരിയെറിഞ്ഞ് ബ്ലൗസിൻ്റെ ഹുക്കുകൾ അഴിച്ചു മാറ്റി. കണ്ണാടിയിൽ തൻ്റെ പ്രതിബിംബം കണ്ടതും അവൾ കണ്ണാടിക്കടുക്കിലേക്ക് നടന്നു. അവൾ കാശി കിട്ടിയ തൻ്റെ താലിയൊന്ന് എടുത്തുയർത്തി നോക്കി. നേരത്തെ മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ അവളുടെ ചെവിയിലേക്ക് തുളച്ച് കയറിക്കൊണ്ടേയിരുന്നു. എൻ്റെ കൊച്ചുമകൻ കാശിയുടെയും സാന്ദ്രമോളുടെയും വിവാഹം അത് ഞങ്ങളങ്ങോട്ട് ഉറപ്പിച്ചു. എത്ര തടഞ്ഞിർത്താൻ ശ്രമിച്ചിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പെട്ടെന്നാണ് ആരോ കതക് തുറന്ന് അകത്തേക്ക് കയറിയതുപോലെ അവൾക്ക് തോന്നിയത്. അവളൊന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കിയതും കണ്ടു വാതിലിൻ്റെ കുറ്റിയിട്ട് തിരിയുന്ന കാശിയെ കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എത്ര വേണ്ടെന്ന് ശ്രമിച്ചിട്ടും അവൾ അവൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് അവൻ ഇറുകെ പുണർന്നു. താഴെ അത്രയും സംഭവങ്ങളുണ്ടായിട്ടും അവിടെ ഒന്നും മിണ്ടാതെ നിന്നുകൊണ്ട് അവളോട് ചോദിക്കാൻ വേണ്ടിയാണ് ദേഷ്യമൂത്ത കാശി അകത്തേക്ക് കയറി വന്ന്. പക്ഷേ ഗൗരിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തരിപ്പിലായിരുന്നു അവൻ. ഗൗരി ഒന്നും സംസാരിക്കുന്നതിൽ കൂടിയും ഇടതടവില്ലാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവൻ പതിയെ അവളുടെ തലയിൽ തഴുകിക്കൊണ്ടേയിരുന്നു. ഇത്രയും കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവർ ഇരുവരും നന്നായി ക്ഷീണിതരായിരുന്നു. ഒരാൾക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാളും സംഘർഷങ്ങളിലൂടെയാണ് അവരിരുവരും നടന്നു പോയിക്കൊണ്ടിരുന്നത്. ഗൗരി, അവൻ്റെ വിളിയാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന്. അവളവനെ പിടിച്ചെള്ളി വേഗം തിരിഞ്ഞെന്നു. കാശിയുടെ മുന്നിൽ ഈ ഒരു കോലത്തിൽ നിൽക്കുന്നതിൻ്റെ എല്ലാ ജാളിത അവൾക്കുണ്ടായിരുന്നു. പാവാടയും ബ്ലൗസും ഇട്ട് തിരിഞ്ഞേൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും കാശിയുടെ രക്തമാകി ഇരച്ച് കയറാൻ തുടങ്ങി. ഒരു നിമിഷം അവളങ്ങനെ കണ്ടതും താൻ വന്നത് എന്തിനാണെന്നുള്ള കാര്യം പോലും കാശി മറന്നുപോയി. കാശി തൻ്റെ അടുത്തേക്ക് വരുന്നെല്ലാം ഗൗരി അറിയുന്നുണ്ടായിരുന്നു. അവളുടെ കുഞ്ഞുടൽ വിറക്കാൻ തുടങ്ങി. കാശി ഗൗരിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കൈകൾ കൊണ്ട് അവളുടെ അണിവാരിൽ കൈകൾ ചേർത്ത് വെച്ച് ഗൗരിയുടെ ശരീരമാകെ ഒന്ന് വിറച്ച് കാശി പതിയെ അവളുടെ ചെവിയുടെ അടുത്തേക്ക് ചുണ്ടുകൾ ചേർത്ത് വെച്ച് പതിയെ വിളിച്ചു, ഗൗരി ഗൗരി. പക്ഷെ അപ്പോഴും ഗൗരിയൊന്നും മിണ്ടിയില്ല. അത് കണ്ട കാശി അവളുടെ പൊക്കിൾ ചുഴിയിലേക്ക് തൻ്റെ വിരലുകൾ ആഴ്ത്തി. കാശിയേട്ടാ. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഉയർന്നുപോയി. അവളുടെ ഒറ്റ വിളിമതിയായിരുന്നു കാശിയുടെ എല്ലാ നിയന്ത്രണങ്ങളും തെറ്റിക്കാൻ. അവൻ ഞൊടിയിടയിൽ അവളെ തൻ്റെ നേർക്ക് പിടിച്ച് തിരിച്ചു നിർത്തി. കാശിയേട്ട വേണ്ട.
അവൾ അത്രയും പറഞ്ഞിട്ടും കാശിയുടെ അടുത്തുനിന്ന് ഒരു പ്രതികരണം ഇല്ലെന്ന് കണ്ട ഗൗരി അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും വിറച്ചുപോയി. തൻ്റെ മാറിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവൾ അവനിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചു. എവിടെ? അവൻ്റെ ബലത്തിന് മുമ്പിൽ അവൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഗൗരി, ഞാനിവിടെ നിന്ന് കണ്ടോട്ടെ. തൻ്റെ മാറിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നവനെ കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. കുട്ടിയെപ്പോലെ തൻ്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന കാശിയെ കണ്ടതും അവൾ ആകെ വിറങ്ങലിച്ച് നിന്നുപോയി. തൻ്റെ ഉമിനീരെല്ലാം വറ്റി വരേണ്ട പോലെ തോന്നി. അവളൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും കാശി ഒന്നുകൂടെ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, എടുത്തോട്ടെ ഞാൻ ഗൗരി, നീ എൻ്റെ അല്ലേ? എൻ്റേത് മാത്രം. അവൾ എന്തോ പറയാൻ വന്നപ്പോഴേക്കും അതിനനുവദിക്കാതെ കാശി അവളുടെ മാറിടുക്കിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അവിടെ പതിയുന്നു. പിന്നീട് അവൻ മൃദുവായൊന്ന് കടിച്ചതും അവൾ അവൻ്റെ മുടിയിൽ കൈകോർത്ത് വലിച്ച് അറിയാതൊന്ന് ഉയർന്നു പൊങ്ങിപ്പോയി. കാശിയുടെ വേണ്ട. അല്പസമയം കഴിയാൻ തൻ്റെ മാറിലെന്തോ ചൂടുള്ള നനവ് തട്ടിയതും അവൾ കണ്ണുകൾ രണ്ടും വലിച്ചു തുറന്ന് അവനെ ബലമായി പിടിച്ചു നിർത്തി. കാശിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ഗൗരിയുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു. എന്തിനെൻ്റെ കാശിയേട്ടൻ കരയുന്നേ? കൈകൾ കൊണ്ട് അവൻ്റെ മുഖത്ത് വെച്ച് അവൾ അവനോട് ചോദിച്ചു. പറ്റുന്നില്ല മോളെ, ഞാനിപ്പോൾ മരിച്ചു പോകുന്ന അവസ്ഥയിലാണ്. നിന്നെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ നിന്നിൽ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുക. അവനെന്തോ പറയാൻ വന്നു. അവൻ്റെ ചുണ്ടുകളുടെ മേൽ അവളുടെ കൈകൾ വെച്ച് അവൾ തടസ്സം തീർത്തു. കാശിയേട്ടൻ ഒന്നും പറയണ്ട, എനിക്കറിയാം മനസ്സ്. ദയവ് ചെയ്ത് ഏട്ടനെ എൻ്റെ അടുക്കിലേക്ക് വരരുത്. ഏട്ടനെ എൻ്റെ അടുക്കിലേക്ക് വരുമ്പോഴല്ല ഞാൻ എന്നെ തന്നെ സ്വയം മറന്നു പോവാ. ഇനി അങ്ങനെ വരാൻ പാടില്ല. എന്നെ എതിർത്ത് കാശിയേട്ടൻ്റെ അടുക്കിലേക്ക് വരാൻ ശ്രമിച്ച ഞാൻ ഈ വീട് വിട്ട് ലണ്ടനിലേക്ക് തിരിച്ചു പോകും. അവളുടെ നാവിൽ നിന്ന് അത്രയും കേട്ടതും അത്ര നേരം ചേർത്ത് പിടിച്ചിരുന്ന കാശിയുടെ കൈകൾ അവളിൽ നിന്ന് അഴിഞ്ഞ് അവൻ രണ്ടിനും പുറകിലേക്ക് മാറി നിന്നു. ഗൗരി അവനെ നോക്കാൻ പറ്റാതെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, വരരുതെന്ന് പറഞ്ഞാൽ വരരുത്. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും പാടില്ല. അങ്ങനെ വല്ലതും ഉണ്ടായ ആ പാവം പെൺകുട്ടിയുടെ ഞാൻ ചെയ്യുന്ന അപരാധമായിട്ട് മാറും അത്. ദയവ് ചെയ്ത് കാശിയേട്ടൻ്റെ റൂമിൽ നിന്ന് പോകണം ഇപ്പം തന്നെ. അവൾ ലണ്ടനിലേക്ക് തിരിച്ചു പോയെന്ന് മാത്രമാണ് കാശിയുടെ ചെവികളിൽ കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഗൗരിയോട് മറുത്തൊന്നും പറയാതെ അവൻ റൂം വിട്ടിറങ്ങി പുറത്തേക്ക് പോയി. ഗൗരി ഓടി വന്ന് കഥകൾ ചേർത്തടച്ച് അതിലൂടെ തന്നെ ഊർന്നിറങ്ങി നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. സോറി കാശിയേട്ട, എന്നെ ഒന്ന് മനസ്സിലാക്കി. രാത്രിയുള്ള കോളിംഗ് ബെല്ലിന്റെ ശബ്ദമാണ് ഋഷി ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയത്. അവൻ എണീറ്റ് സമയം നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. രാത്രി 12 മണി. ഈ സമയത്ത് ഏതവനാണാവും മനുഷ്യന്റെ ഉറക്കം കളയാൻ. പുറത്ത് നിൽക്കുന്ന ആൾ നന്നായി സ്മരിച്ചുകൊണ്ട് ഋഷി വന്ന് വാതിൽ തുറന്നു. വാതിലിന്റെ പുറത്ത് നാലുകാലിൽ നിൽക്കുന്ന കാശി കണ്ടതും അവനാകെ ഞെട്ടിത്തെരിച്ചു പോയി. ഹായ് മൈ ഡിയർ ഋഷി, ഹൗ ആർ യു? ഒരു സ്പേസ് തരൂ, ഞാൻ അകത്തേക്ക് കയറട്ടെ. ഋഷിയെ തള്ളി മാറ്റി കാശി ആടി ഹാളിലേക്ക് കയറി സോഫയിലിരുന്നു. ഋഷി 2 കൈയും കെട്ടിന്ന് കാശിയെ കുറച്ചു നേരം നോക്കിയിരുന്നു. എവിടെയായിരുന്നു തമ്പുരാൻ? കുറച്ച് ദിവസം യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ. നിന്നെ ഞാൻ നാളെ തറവാളിൽ ഒന്ന് കാണാതിരിക്കായിരുന്നു. നീ എന്താ ഫോം വിളിച്ചെടുക്കാത്ത? നിന്റെ ഗൗരിയത്ത് പ്രണയസലായപ്പോൾ സ്വന്തം കൂട്ടുകാരന് മറന്നല്ലേ? അവൻ തെല്ലൊരു പരിഭവത്തോടെ കാശിയോട് പറഞ്ഞു. പ്രണയസല്ലാപം? അവനൊന്ന് പുച്ഛിച്ചു. പതിയെണീറ്റ് ആടി ഋഷിയുടെ മുമ്പിൽ പോയി നിന്നു. കാശി വീഴാൻ പോയതും ഋഷി പതിയെ അവനെ പിടിച്ചു. നീ എന്തിനാണ് ഇത്രയും കുടിച്ച്? ആ ഗൗരിമോൾക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയില്ല കേട്ടോ. അല്ല, നീ ഇപ്പം എന്തിനാ കുടിക്കാൻ കാരണം? നീ എന്താണ് ഒരുമാതിരി കോലം കെട്ട പോലെ? ഋഷി ഗൗരവത്തോടെ കാശിയോട് ചോദിച്ചു. ഇനി ഗൗരി നിന്റെ പ്രണയം സ്വീകരിച്ചില്ലേ? അതുകൊണ്ടാണോ നീ? അവരെ മുഴുവൻ പറയാൻ അനുവദിക്കാതെ കാശി പറഞ്ഞു. സാന്ദ്ര തിരിച്ചു വന്നു ഋഷി. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ് അബൌട്ട്? ഹൗ ഡസ് എ ഡെഡ് പേഴ്സൺ കം ബാക്ക്? എന്നാലേ നമ്മൾ മരിച്ചു എന്ന് വിചാരിച്ചവൾ ഇപ്പം എൻ്റെ തറവാട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഋഷിക്കാകെ തല പെരിക്കുന്ന പോലെ തോന്നി. കാശി കുടിച്ചാൽ വയറ്റി കിടക്കണം, അല്ല തോന്നിയ ദിവസം പറയില്ല വേണ്ട. എനിക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു. സാന്ദ്ര വന്നു. വീട്ടിൽ മുത്തശ്ശി വിവാഹം ഉറപ്പിച്ച് തന്നെയും ഗൗരിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം കാശി ഋഷിയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞും ഋഷിക്ക് മറുപടിയൊന്നും തിരിച്ചു പറയാനില്ലായിരുന്നു. ഞാൻ എന്താ ചെയ്യുക ഋഷി? ചെകുത്താനും കടലിൽ നടക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പം എൻ്റെ അവസ്ഥ തന്നെയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. മനസ്സാകെ കൈവിട്ട് പോവാ. പാവം എൻ്റെ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ലടാ. അത് ഓരോ ദിവസം കൂടുമ്പോഴും ഉരുകി തീരുക. ആ നശിച്ച രാത്രി താലി അവിടെ കഴുത്തിൽ കെട്ടണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ കാശിനാഥൻ്റെ നശിച്ച ജീവിതത്തിൽ അവൾ എവിടേക്കെങ്കിലും രക്ഷപ്പെട്ടേനെ. ഇത്രയും കാലം എൻ്റെ പ്രണയം തിരിച്ചിട്ടത് പോലും അറിയാതെ എന്നെ പ്രണയിച്ചവളാ ഒരു വശത്ത്. മറുവശത്ത് നീണ്ട 2 വർഷത്തെ കോമയിൽ നിന്നുണർന്ന് എന്നെ തേടി വന്നവളും.
കാശി തന്റെ മുടികൾക്കിടയിൽ കൈകൾ കോർത്ത് വലിച്ചുകൊണ്ട് പറഞ്ഞു. ഇങ്ങനെ പോയാൽ ഞാൻ ആകെ തകർന്നു പോകും ഋഷി. എനിക്കറിയില്ലടാ എന്ത് ചെയ്യണമെന്ന്. കാശി അത് പറഞ്ഞ് സോഫയിൽ തലകുമ്പിട്ടിരുന്നു. കാശി, ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യത്തിന് നീ ഉത്തരം നൽകണം. നീ എപ്പോഴെങ്കിലും സാന്ദ്രയെ പ്രണയിച്ചിരുന്നോ? നോ നോ. കാശി മറുത്തൊരുവട്ടം പോലും ചിന്തിക്കാതെ ഋഷിക്ക് മറുപടി കൊടുത്തു. ഗുഡ്, അത് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. അന്നത്തെ ആക്സിഡന്റ് നിനക്ക് പകരം സാന്ദ്രയാണ് ചെന്ന് പെട്ട്. അതുപോലെ തന്നെ നീ ഒരിക്കലും അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിടയിൽ സൗഹൃദം മാത്രമേ നിലനിന്നിട്ടുള്ളൂ. അവൾ മാത്രമാണ് നിന്നെ പ്രണയിച്ചു തുടങ്ങിയത്. ബോൾഡ് ഗേളായതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിലിഷ്ടം നിന്നോട് അവൾ തുറന്നു പറഞ്ഞു. ആദ്യം അവളുടെ ഇഷ്ടത്തിന് നീ കാര്യമാക്കിയില്ല. എങ്കിൽ അവളുടെ വാശിക്ക് മുമ്പിൽ അവസാനം നിനക്ക് താഴ്ന്നു കൊടുക്കേണ്ടി വന്നു. പിടിച്ചു വാങ്ങേണ്ടതല്ല പ്രണയം. അത് അവൾക്ക് ഇപ്പോഴും അറിയില്ല. ആ ആക്സിഡന്റിൽ അവൾ കൊക്കയിലേക്ക് വീണ് നിന്റെ പിഴവുകൊണ്ടാണ് നീ മനസ്സിൽ വിചാരിച്ചു കൂട്ടി. ഒടുവിൽ അവളോടുള്ള സഹതാപമാണ് പ്രണയമായി കണ്ട് നീ ഇത്രയും കാലം കൊണ്ടുനടന്ന്. അല്ല എന്ന് നിനക്ക് എന്നെ നോക്കി പറയാൻ പറ്റുമോ കാശി? ഋഷി ചോദിച്ചിട്ടുള്ള ഒന്നിൻ്റെയും മറുപടി കാശിയുടെ അടുത്തില്ലായിരുന്നു. അവൻ പറഞ്ഞെല്ലാം ശരിയാണെന്ന് കാശിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പം നിന്റെ സ്വഭാവ ഗുണം കൊണ്ട് തന്നെ എല്ലാം നിനക്ക് തിരിച്ചടിയായിട്ട് വരികയാണ്. സാന്ദ്ര പോയതിനു ശേഷം നീ തറവാട്ടിലുള്ളവരാരോടും ഇടപഴകി സംസാരിക്കാറില്ല. അവരെ സംബന്ധിച്ചിടത്തോളം സാന്ദ്ര നിന്റെ പ്രണയിനിയാണ്. അവൾ നഷ്ടപ്പെട്ടുള്ള വേദന കൊണ്ടാണ് നീ എല്ലാവരിൽ നിന്ന് അകന്നത് അവർ തെറ്റിദ്ധരിച്ച്. സത്യത്തിൽ നിനക്ക് കുറ്റബോധമായിരുന്നു. താൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം ചെറുപ്രായത്തിൽ തന്നെ പൊലിഞ്ഞു പോയതുള്ള മനോവിഷമം. നിന്റെ ആ റൂഡ് ബിഹേവിയർ കാരണം ഇന്ന് എത്ര മനസ്സിലാണ് വിഷമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നിന്നോട് പറയാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിച്ചതാണ്. പക്ഷേ നീ നിന്ന് തരാറില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാശി, എല്ലാം കൈവിട്ടു പോയി. ഇനി നീ ഗൗരിയുടെ പ്രണയാണെന്ന് പറഞ്ഞ് തറവാളിലേക്ക് ചെന്നാൽ അവർ നിന്നെ ചവിട്ടിയിടുന്ന് പുറത്താക്കും. ഋഷി പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുന്നവരും കാശിക്ക് തല പെരിക്കുന്ന പോലെ തോന്നി. ഒരല്പ സമാധാനത്തിന് വേണ്ടിയാണ് ഋഷി ഞാൻ ഇങ്ങോട്ട് വന്ന്. എന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയല്ലടാ. ഇത്രയും കാലത്ത് നിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നീ വിഷമിക്കാതെ, നമുക്ക് എന്തൊരു വഴിയുണ്ടോ നോക്കാം. ഇനിയൊരു വഴിയില്ലടാ, എല്ലാം അടഞ്ഞ്. അവൾ ഗൗരി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇനി അവളുടെ അടുത്തേക്ക് ചെന്നാൽ തിരിച്ച് ലണ്ടനിലേക്ക് പോവെന്ന്. എല്ലാം തകർന്നവൻ്റെ ഒരു ചിരിയുണ്ടായിരുന്നു കാശിയുടെ മുഖത്ത്. ഋഷിക്ക് കാശിയുടെ അവസ്ഥ കണ്ട് പാവം തോന്നി. കാശി പിന്നെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് സോഫയിൽ തന്നെ കിടന്നുറങ്ങിപ്പോയി. രാവിലെ ഉണർന്ന മുതൽ ഗൗരിയുടെ മനസ്സാകെ കലുഷിതമായിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. അതുപോലെ ആകെ മൂടിക്കെട്ടിയ അന്തരീക്ഷവും. മനസ്സൊന്ന് റിലാക്സ് ആകാൻ വേണ്ടി അവൾ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ഗൗരി മോളെ കൂടെ എടുത്തിട്ട് പോ. വേണ്ട മുത്തശ്ശി, ഇപ്പം മഴയൊന്നുമില്ലല്ലോ, ഞാൻ പതിയെ നടന്നുപോയി വേഗം വരാം. അതും പറഞ്ഞവൾ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. എന്തോ അമ്പലത്തിൽ പോയി ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് മനസ്സിന്റെ ഭാരം കുറഞ്ഞ പോലെ തോന്നി. എന്തൊക്കെ ആലോചിച്ച് പതിയാണ് അവൾ തിരികെ തറവാട്ടിലേക്ക് നടന്നു വരുന്നത്. ഈ സമയം തറവാട്ടിൽ എന്താ വിശാലം പതിവില്ലാതെ? ആഹാ, അഗ്നിയും ഗായത്രി ഉണ്ടോ കൂടെ? അത് പിന്നെ രാവിലെ ടൗണിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ നീ ഇങ്ങോട്ട് ഇറങ്ങിയതാ. വിശാലം. അഗ്നിയുടെ കണ്ണുകൾ അപ്പോഴും ഗൗരിക്ക് വേണ്ടി അലയുകയായിരുന്നു. ഗായത്രിയുടെ കണ്ണുകൾ ആരവിന് വേണ്ടിയും. അവരെ കണ്ടത് അടുക്കള സ്ത്രീജനങ്ങളും പുരുഷന്മാരും പുറത്തേക്ക് വന്നു. ഹാളിൽ നിന്ന് സംസാരിക്കുന്ന നേരമാണ് ഗൗരി അകത്തേക്ക് കയറി വന്ന്. അവൾ കയറി വരുമ്പോൾ അവളാകെ നനഞ്ഞിരുന്നു. നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ കുട എടുത്തുകൊണ്ട് പോവാൻ, ഇപ്പൊ കണ്ടില്ലേ നനഞ്ഞു കുളിച്ച് വന്നത്. മുത്തശ്ശി. കാർത്തുമോളെ ആ ടർക്കി എടുത്തു വാ. ഗൗരിയുടെ അമ്മ ജാനകി. ശരി അമ്മായി. കാർത്തു ടർക്കി എടുത്തുകൊണ്ട് വന്ന് ഗൗരിയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇങ്ങോട്ട് നീങ്ങൾക്ക് വേണേ, ഞാൻ തലകുർത്തി തരാം. അതും പറഞ്ഞ് ജാനകി ഗൗരിയുടെ തല തുവർത്താൻ തുടങ്ങി. ഈ സമയം ഋഷിയുടെ ഫ്ലാറ്റിൽ. നീ വേഗം പുറപ്പെട്ടോ, ദാ കോഫി എടുക്കും, ഞാനും വരുന്നുണ്ട്, എനിക്ക് സാന്ദ്രത ഒന്ന് കാണണം. അവൻ്റെ ചോദ്യത്തിന് കാശൊന്ന് മറുപടിയായി മൂളി. എന്നിട്ട് ഋഷി കൊണ്ടുവച്ച കോഫി എടുത്ത് കുടിച്ച് വേഗം രണ്ടുപേരും ഫ്ലാറ്റ് കൂട്ടി തറവാട്ടിലേക്ക് പുറപ്പെട്ടു. തല ദൂർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജാനകി അത് ശ്രദ്ധിച്ചു. ഗൗരിയുടെ കഴുത്തിലായി കിടക്കുന്ന ഒരു മഞ്ഞ ചരട്. ഗൗരി ഇതൊന്നും ശ്രദ്ധിക്കുന്ന കൂടെ ഇല്ലായിരുന്നു. അവൾ ഏതോ ഒരു ലോകത്തായിരുന്നു ആ സമയം. ജാനകി ഗൗരിയുടെ കഴുത്തിൽ നിന്ന് എടുത്ത് ആ മഞ്ഞച്ചരട് ഉയർത്തി നോക്കി ഞെട്ടിപ്പോയി. അതിൻ്റെ അറ്റത്ത് തൂങ്ങിയാടുന്ന ആലിലത്താലി കണ്ടതും അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗൗരി, ഇതെന്താ ഇത്? പെട്ടെന്നാണ് അവൾ ശ്രദ്ധിച്ച് തൻ്റെ താലിൽ പിടുത്തമിട്ട് തന്നെ നോക്കി നിൽക്കുന്ന തൻ്റെ സ്വന്തം അമ്മ. ഒരു നിമിഷം ഭൂമി കീഴ്മേൽ മറിഞ്ഞ പോലെ തോന്നി ഗൗരിക്ക്. തറവാട്ടിലുള്ള എല്ലാവരും ആ കാഴ്ച കണ്ട് പകച്ചു നിൽക്കുകയായിരുന്നു. വിശാലം ഇടിവെട്ടേറ്റ പോലെയായി. ഒപ്പം അഗ്നിയും. തങ്ങളുടെ പ്ലാൻ ഫ്ലോപ്പായി പോയതുള്ള വിഷമമെല്ലാം വിശാലത്തിൻ്റെ അഗ്നിയുടെയും മുഖത്തുണ്ടായിരുന്നു. ജാനകിയുടെ മുഖം പെട്ടെന്ന് ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി. നിന്നോട് ഞാൻ ചോദിക്കുന്നത് നീ എന്താ മറുപടി ഒന്നും പറയാത്ത? അവരവളെ വലിച്ച് മുന്നിലേക്ക് നിർത്തി ഇരു കവളിലും മാറി മാറി അടിച്ചു. ജാനകി, ഇനി അവളെ തല്ലിയിട്ട് കാര്യമൊന്നുമില്ല. അമ്മ വേലിയാടിയ മകൾ മതിരിയാടെന്ന് ഓർക്കണമായിരുന്നു. ഒരു പുച്ഛത്തോടെ വിശാലം ജാനകിയോട് പറഞ്ഞു. അപമാനവാർത്താൽ ജാനകിയുടെ തല ഉരിഞ്ഞു. തൻ്റെ അമ്മയുടെ തല ഉരിഞ്ഞു കണ്ടതും ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്ല, അങ്ങനെയല്ല അമ്മേ,
അവൾ എന്തോ പറഞ്ഞ അവിടെ കയ്യിൽ കയറി പിടിക്കാൻ ഒരുങ്ങിയതും എന്നെ തൊട്ടുപോലും നീ കേട്ടില്ലേടി? അവരെല്ലാവരും പറഞ്ഞ് എന്റെ വളർത്തു ദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. ആരടി നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്? പറയടി, പറയാം. അവർ വീണ്ടും അടിക്കാൻ ഗൗരിയുടെ മേൽ കയ്യോങ്ങിയതും തൊട്ടുപോകരുതവളെ